നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ കരുത്തരായേ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വളരെ കഠിനമാകുന്നു. ജോലി കിട്ടാൻ പ്രയാസം, പഠന സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചതിക്കുഴികളും പലതരത്തിലുള്ള തുരുത്തുകളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ വീണു പോകുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നു. ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യമല്ല. മാതാപിതാക്കൾക്ക്, അധ്യാപകർക്കൊക്കെ ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് പേടിയുണ്ട്. നമുക്ക് വേണ്ടത് വറിയല്ല, പ്ലാനിങ് ആണ്. കുറച്ചുകൂടെ ഉജ്ജ്വലമായ, ശക്തമായ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിനെതിരെയുള്ളൊരു പ്രതിരോധ മാർഗം. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, അവരിൽ എങ്ങനെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ കുറച്ചുകൂടെ കൂട്ടാം, പ്രത്യേകിച്ച് പിയർ പ്രഷറിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷിക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നൊരു സാമൂഹിക സാഹചര്യമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. പേടിയൊക്കെ കൂടുതൽ നമുക്ക് വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ അവർക്ക് മികച്ച വ്യക്തിത്വം കൊടുക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പൊരുതി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവും, ഒരു സംശയമില്ല. അത് മാത്രമല്ല, ഒരു ഇൻസുലേഷൻ, ലോകത്തെ തെറ്റുകളിൽ നിന്ന് അവരെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ഒരു വാക്സിനേഷൻ, ഇൻസുലേഷനൊക്കെ അവർക്ക് ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, കുട്ടികൾ പലപ്പോഴും തെറ്റിലേക്ക് വീഴുന്നതും അവർ മീഡിയോക്കറായി പോകുന്നതും അവർക്ക് ലക്ഷ്യബോധം ഇല്ലാതായി പോകുന്നതും ഒക്കെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ വളരെ സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വളരുന്ന കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കൂട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പിയർ പ്രഷറിൽ വീണു പോകുന്ന ഒരു സാധാരണ സംഭവമാണ്. അത് പിയർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല, അതവിടെ കിടക്കും. കാരണം എവിടെയും അങ്ങനെയാണല്ലോ, ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ കരുത്തുള്ളവനെയാണ് നിലനിൽക്കുന്നത്. അപ്പം ഈ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഒരു പിയർ വേൾഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ അവർ സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലും അവരുടെ മൂല്യത്തിലും അവരുടെ സംസ്കാരത്തിലും ഒക്കെ അവർക്ക് നിൽക്കണമെങ്കിൽ, അവരാഗ്രഹിക്കുന്ന ഒരു നേട്ടത്തിലൊക്കെ അവർക്ക് ചെന്നെത്തണമെങ്കിൽ, തീർച്ചയായിട്ടും ആ സാമൂഹ്യ ലോകത്ത് അവർക്ക് ആ പിയർ പ്രഷറിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് വേണം. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ഇതിന് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നോ പറയാനുള്ളൊരു കപ്പാസിറ്റിയാണ്. ഇത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ആ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുക. ആ കാരണം തൃപ്തികരമാണെങ്കിൽ അത് അവരെ അംഗീകരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് അവരുടേതായ ഒരു ഫ്രീഡവും സെലക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനും, അതുപോലെ തന്നെ അവർക്ക് നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ളൊരു സ്പേസുമൊക്കെ ചെറിയ പ്രായത്തിലെ കൊടുത്ത് വളർത്തേണ്ടത് വളരെ ആവശ്യമാണ്. സ്കൂളിലും ഇത്തരത്തിലൊക്കെയുള്ള കുട്ടികളെ നമ്മൾ പലപ്പോഴും ഡിസ്കാർഡ് ചെയ്യുക. നമുക്ക് പൊതുവെ ഞാൻ കാണുന്നത് ഈ കോർപ്പറേറ്റുകളിൽ പോലും ഈ വലിയ വലിയ കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന പല മാനേജർമാർക്കും അവരോടൊരു നോ പറയുന്ന എംപ്ലോയിയെ ഇഷ്ടമല്ല, ഒരു സബോർഡിനേറ്റിനെ ഇഷ്ടമല്ല. അതൊക്കെ എത്ര ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ്. കാരണം ഒരാളൊരു നോ പറയുമ്പോൾ അത് അവരുടെ ഡിഗ്നിറ്റിയെ സംരക്ഷിക്കുന്ന ഒരു ലെവലിലാണ് പറയുന്നതെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കാനും അതിൻ്റെ കാരണം ചോദിക്കാനും വിശദീകരണം ചോദിക്കാനും അത് ശരിയെങ്കിൽ അംഗീകരിക്കാനുമുള്ള ഒരു വലിപ്പമാണ് ഒരു നല്ല മാനേജർ എന്നൊക്കെ പറയുന്ന ഒരു നല്ല അധ്യാപകൻ. അങ്ങനെ ആയിരിക്കണം. ഒരു കുട്ടിക്ക് ഒരു കാര്യത്തിൽ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. ഒരു കുട്ടിയാണ് ശരിയെങ്കിൽ, ചിലപ്പോൾ കുട്ടിയുടെ ഒരു സ്വന്തമായ ഇഷ്ടം അതിനെതിരാണെങ്കിൽ, അവൻ്റെ ഒരു വാല്യൂസ് അതിനെതിരാണെങ്കിൽ അവന് നോ പറയാനുള്ള അവകാശമുണ്ട്. ഇത് ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ മതി. ഇത് ഡിഗ്നിറ്റി ഇല്ലാതെയാണ് ചെറിയ പ്രായത്തിലെ കുട്ടികളെ വളർത്തുന്നത്. അവരുടെ ഒരു ആത്മാഭിമാനത്തെ അടിച്ചമർത്തി, അവരുടെ ഒരു ചോയ്സിനൊന്നും ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കാതെ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് എസ് മൂളി റാൻ മൂളി നിൽക്കുന്ന കുട്ടികളെ നമുക്കിഷ്ടമാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾക്കൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പുറത്ത് ചെല്ലുമ്പോൾ ഇതേപോലെ അവരെ കൊണ്ട് റാൻ മൂളിക്കാൻ പറ്റുന്ന, എസ് മൂളിക്കാൻ പറ്റുന്ന ആൾക്കാർ അവരെ കൺട്രോൾ ചെയ്യുകയും അവരുടെ ജീവിതം അങ്ങനെയുള്ളവരുടെ കൈകളിൽ ആയിത്തീരുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് വീടുകളിലും സ്കൂളിലുമെല്ലാം കുട്ടികൾക്ക് ആത്മാഭിമാനത്തോടെ നിലനിൽക്കാൻ അവരെ പഠിപ്പിക്കണം. നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിപ്പിക്കണം. അസർട്ടീവ്നെസ് എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് വേണ്ടാത്ത ഒരു കാര്യത്തെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കാനുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തന്നെയാണ്. അത് അവരുടെ ഒരു സെൽഫ് വർത്തിൻ്റെയും സെൽഫ് റെസ്പെക്റ്റിൻ്റെയും ഒക്കെ ഒരു ആകത്തുകയാണ്. അത് നമ്മൾ ചെറിയ പ്രായത്തിലെ അവരിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും.
സഹായിക്കണം. അത് സഹായിക്കേണ്ടവരാണ് മാതാപിതാക്കളും അധ്യാപകരും. ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒന്ന് ഈഗോ, ഒരു കുട്ടിക്ക് അത്തരത്തിൽ അവകാശമില്ല എന്നുള്ളൊരു ബോധത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അല്ല, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു അവകാശമുണ്ട്. അവരും മനുഷ്യരാണ്. അവരെ ഡിഗ്നിറ്റിയോടെ വളർന്നു വന്നാൽ സമൂഹത്തിൽ അവരെല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഒരു സെൽഫ് എസ്റ്റീം അവരിൽ വളർത്താൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഏത് കുട്ടികൾക്കാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത്? നമ്മൾ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുമായിട്ട് നമ്മൾ നല്ല ഡിസ്കഷൻസ് ഉള്ള വീടുകളിൽ അത്തരം കുട്ടികൾ ആത്മാഭിമാനത്തോടെ വളർന്നു വരും. ഈ ഓർഡർ ചെയ്ത് വളർത്തുന്നതിനേക്കാളും അമിതമായ സ്ട്രിക്ട്നെസ്സിൽ വളർത്തുന്ന കുട്ടികൾക്കൊന്നും ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. നേരെ മറിച്ച് കുട്ടികളെ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർക്കൊരു ബോധവും ബോധ്യവും ഒക്കെ ആവുന്നിടം മുതൽ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ, ഒരു ലെവൽ പ്ലേയിങ് നിന്നുകൊണ്ട് അവരെ ഒരു ഈക്വലായിട്ട് കരുതിക്കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നൊക്കെ വീടുകളിൽ അത്തരം കുട്ടികളുടെ ആത്മാഭിമാനം വളരെ ഉയർന്നു നിൽക്കും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുക, അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്കൊരു ബോധ്യം വരികയാണ്, ഞാനും വളരുകയാണ്, ഞാനും മെച്ചുവേർഡാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം വർത്തിക്കേണ്ടത്. അങ്ങനെ കുട്ടികൾക്ക് സ്വയം തോന്നാനുള്ള സാഹചര്യങ്ങൾ മുതിർന്നവരാണ് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അതുപോലെ സ്കൂളിലും ഇത്തരത്തിൽ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സ്കൂളിലൊക്കെ ധാരാളം നമുക്ക് അവരുടെ സെൽഫ് എസ്റ്റീം വളർത്താനായിട്ട് പറ്റും. അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെപ്പറ്റി അവർക്ക് ബോധം കൊടുക്കുക, അവർക്കുള്ള ടാലൻറ്റുകളെ വളർത്താൻ അനുവദിക്കുക, അവരുടെ പേഴ്സണാലിറ്റിയെ മാനിക്കുക, അവരുടെ ക്വാളിറ്റീസിനെ മാനിക്കുക, അങ്ങനെയൊക്കെ അവരുടെ ഒരു യുണീക്നെസ്സിനെ മാനിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ സെൽഫ് എസ്റ്റീം ഉയർന്നു നിൽക്കുന്നത്. സെൽഫ് എസ്റ്റീം ഉയർന്നു നിൽക്കുന്ന കുട്ടികൾക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ പൊതുസമൂഹത്തിൽ അവരുടെ ആ പേഴ്സണാലിറ്റിയെ ഡിഫെൻഡ് ചെയ്യാനുള്ള കരുത്തുള്ളവരായിരിക്കും. കാരണം അവർക്കറിയാം അവർക്കൊരു വാല്യൂ ഉണ്ട്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ യുണീക്നെസ്സും ഒക്കെ ഒരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്ന മനുഷ്യർ ആരുടെയും ഇടയിൽ പോയി ഡിസോൾഡായി പോകത്തില്ല. നേരെ മറിച്ച് അങ്ങനെ ഇല്ലാത്ത കുട്ടികൾ പൊതുസമൂഹത്തിലൊക്കെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ക്രൈസിസ് എന്നും അവരുടെ ജീവിതത്തിൽ കാണും. നേരെ മറിച്ച് അവരുടെ ഐഡൻറ്റിറ്റി ഒരു ഓണേർഡ് ഐഡൻറ്റിറ്റി ആണെന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അത് കുറച്ചുകൂടെ കരുത്തുള്ളത് ആർജിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ വളരെ അഭിമാനമുള്ളവരും ആ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുകയും ചെയ്യും. മൂന്നാമതായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കുട്ടികളിൽ റെസ്പോൺസിബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. ഇന്ന് പല കുട്ടികളും, ഞാൻ ഇന്നും ഒരു കോളേജിൽ ക്ലാസ് എടുത്തിട്ട് വരികയാണ്. ഒരു കോളേജിൽ ഒരു റിസോഴ്സ് പേഴ്സണെ കിട്ടിയാൽ പോലും അത് ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ല. 75-78 വയസ്സുള്ള 2 അലുമിനി മെമ്പേഴ്സാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അവർക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് മുമ്പിൽ നിന്നത്. പ്രായമുള്ളൊരു തലമുറ അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പോലും ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അതൊന്നും ഉപയോഗപ്പെടുത്താൻ പോലുള്ള മനസ്സില്ല എന്നുള്ളത് വളരെ വലിയൊരു ദാരിദ്ര്യമാണ്. എന്താണ് കുഴപ്പം? അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചറിയുന്നില്ല. ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയിച്ചു കൊടുക്കണം. അവരെ എവിടെ പേരൻറ്റിങ് നിർത്തണം? ഈ ഓവർ പേരൻറ്റിങ് ഒരു വലിയ കുഴപ്പമാണ്. എല്ലാം അവർക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊടുക്കുക, എല്ലാ പ്രശ്നങ്ങളും അവർക്ക് വേണ്ടി സോൾവ് ചെയ്ത് കൊടുക്കുക, അവരെ ഒറ്റയ്ക്ക് പലതും ചെയ്യാനായിട്ട് അനുവദിക്കുക. തീർച്ചയായിട്ടും അതിനകത്ത് റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷെ റിസ്ക് ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ അവർക്ക് റിസ്ക് എടുക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ചലഞ്ച് ഉണ്ടെന്നും പറഞ്ഞാൽ ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, അവിടെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെന്നും പറഞ്ഞാൽ അത് മുഴുവൻ ഈസി ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളിലൊരു റെസ്പോൺസിബിലിറ്റി വളരത്തില്ല. അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, മാറി നിന്ന് അവരെ മോണിറ്റർ ചെയ്യണം. തീർച്ചയായിട്ടും നോക്കണ്ട കാണണ്ട എന്നുള്ളതല്ല. ഈ ഹെലികോപ്റ്റർ പേരൻറ്റിങ് ഒരിക്കലും ഒരു ഗുണം ചെയ്യില്ല. നമ്മൾ മാറി നിന്നുകൊണ്ട് അവർക്ക് അവസരങ്ങളും സാധ്യതകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകുകയും അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണെന്ന് ബോധ്യപ്പെടുകയും, അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവസരങ്ങൾ അവർക്ക് കൊടുത്തെങ്കിലേ സാധിക്കുള്ളൂ. പലരും അങ്ങനെ കൊടുക്കുന്നില്ല. ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക. ഈ അമിതമായ ട്യൂഷനോ അമിതമായ കോച്ചിങ്ങോ ഒക്കെ കുട്ടികൾക്ക് സ്വന്തമായി
സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും പഠനത്തിൽ പോലും അവർക്ക് സ്വന്തമായ ഒരു കരുത്താർജിക്കാനും ഒന്നും പലപ്പോഴും സാധിക്കുന്നില്ല. അമിതമായ ഒരുപാട് ഈ പിന്നെ പാക്കേജിങ് അവർക്ക് ചുറ്റും നടത്താതിരിക്കുകയാണ് നല്ലത്. കുറച്ചൊക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും അതുപോലെ അവർക്ക് എക്സ്പോഷർ സൃഷ്ടിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് അവരുടെ പേഴ്സണാലിറ്റി കരുത്തുള്ളതാകുന്നത്, അങ്ങനെയാണ് അവർ റെസ്പോൺസിബിൾ ആകുന്നത്. അവരുടെ ജീവിതം അവർക്ക് കൊടുക്കുകയും, പ്രത്യേകിച്ച് പല കുട്ടികളുമായിട്ട് പേരൻസിനുള്ള പഠിക്കുന്നു പറഞ്ഞ് അവരുടെ പുറകിന് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത സ്റ്റേജ്, നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഗ്രേഡിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള പിന്നെ അഡ്മിഷൻസ്, അച്ചീവ്മെൻറ്റ്സ്. ഇതിലൊന്നും വലിയ സപ്പോർട്ടുകളൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുക. അത് അവർക്ക്, പിന്നെ അവർ വാങ്ങിക്കുന്ന മാർക്ക് എത്രയാണോ അത് അവർ വാങ്ങിക്കട്ടെ. അതിലെന്തിനാണ് ഈ പ്രസ്റ്റീജ്? ഇതെന്താ ഓട്ട മത്സരം വല്ലതും ആണോ? മറ്റുള്ളവരെന്ത് ചിന്തിക്കും? ഇതൊക്കെയാണ് പേരൻസിൻ്റെ ആദി എന്ന് പറയുന്നത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും? അവരുടെ മക്കൾക്ക് മാർക്ക് കൂടുതലുണ്ടല്ലോ, അവരുടെ മക്കളുടെ മേക്കപ്പ് വേറെയാണ്, നമ്മുടെ മക്കളുടെ മേക്കപ്പ് വേറെയാണ്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനനുസരിച്ച് അടുത്ത സ്റ്റേജിലേക്ക് അവരെ കയറ്റി വിടുക. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കുക, പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ, അതിനുവേണ്ടി ഒരു തൊഴിൽ പഠിക്കുക. ഇനി അതിനൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ ഇപ്പോൾ തന്നെ ജോലിക്ക് പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനായിട്ട് അവർ പ്രാപ്തരാകട്ടെ. അങ്ങനെയാണ് വിദേശ രാജ്യത്തൊക്കെ മക്കളെ വളർത്തുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി കോരിക്കൊടുക്കാമെന്ന് മാതാപിതാക്കൾ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തു വെച്ചാൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഉത്തരവാദിത്വമുള്ളവരാകില്ല. ആ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇന്ന് സമൂഹത്തിലൊക്കെ കാണുന്നത്. നിയമം അനുസരിക്കാൻ അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ അവരെന്ത് തോന്നിവാസവും കാണിക്കും, അധ്യാപകരെ ചീത്ത വിളിക്കും, മാതാപിതാക്കളെ ആക്ഷേപിക്കും, സമൂഹത്തിൽ ഏത് പിന്നെ കോലാഹലവും അവർ നടത്തും. ഇതെന്തുകൊണ്ടാണ്? അത്തരം കാര്യങ്ങളുടെയൊക്കെ പുറകിന് പേരൻസ് ചെന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെന്ന് അവരെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാനുണ്ടെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് ആരും രക്ഷിക്കാൻ അവർക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പത്തി മടക്കി മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു സാമൂഹിക ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പൗരബോധം ഓരോ കുട്ടിയിലും എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഇവരെയൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വഴിതെറ്റിക്കുന്നതിൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് പങ്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും കുട്ടികളുടെ രക്ഷകരല്ല. കുട്ടികളത് മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ കുട്ടികളെ ഉപയോഗിച്ച് പലതും നേടാനുള്ള കാര്യങ്ങൾ നടത്തുന്നവരാണ്. എനിക്കറിയാവുന്നൊരു നേതാവുണ്ട്. അദ്ദേഹം കോളേജ് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഓരോ അടിയിലും പിടിയിലും ഒക്കെ പെടുത്തി അവരെ കേസിനകത്താക്കി പിന്നെ ഇവൻ്റെ അടിമയായിട്ട് ജീവിതകാലം മുഴുവൻ ഈ കുട്ടികളെയെല്ലാം മാറ്റിയിട്ടുള്ള പല നേതാക്കന്മാരെയും എനിക്കറിയാം. ഇങ്ങനെയുള്ള ധാരാളം ക്ഷുദ്രജീവികൾ ഈ സമൂഹത്തിലുണ്ട്. കുട്ടികളെ സ്വന്തം ഉത്തരവാദിത്വം അവർക്ക് നൽകാനും അവരുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാനും മാതാപിതാക്കൾ ചെറിയ പ്രായത്തിലേ ശ്രമിച്ചാൽ ഇതുപോലുള്ള വിഷക്കുത്തുകളെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. രാഷ്ട്രീയത്തിലൊക്കെ മോശം രാഷ്ട്രീയം, നല്ല രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, മോശം രാഷ്ട്രീയത്തിലൂടെ എത്ര കുട്ടികളുടെ ഭാവിയാണ് സമൂഹത്തിൽ പോയിട്ടുള്ളത്. ആ കുട്ടികളൊക്കെ തന്നെ ഉത്തരവാദിത്വം ഇല്ലാത്ത കുട്ടികളാണ്. കാരണം അവരവരുടെ വീട്ടിലെ ഉത്തരവാദിത്വം എന്താ, സാമൂഹിക ഉത്തരവാദിത്വം എന്താ, അവരുടെ ഭാവിപരമായ ഉത്തരവാദിത്വം എന്താ, ഇതൊന്നും അറിയാതെ ഏതെങ്കിലുമൊക്കെ പാർട്ടികളുടെ ഇത്തിളുകളായി മാറുന്നു, ചട്ടുകമായി മാറുന്നു, അവരുടെ ജീവിതം നശിപ്പിക്കുന്നു, അവസാനം മാതാപിതാക്കൾക്ക് ഭാരമായി മാറുന്നു. എത്രയോ വീടുകളിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ട്. അവരവരുടെ ഉത്തരവാദിത്വം അവരവർക്ക് കൊടുക്കുക. ഇന്നും ഒരു അമ്മ വിളിച്ചതേ ഉള്ളൂ, മകന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, വിളിച്ചിട്ട് വരുന്നില്ല. അമ്മ പറയുമ്പോഴെല്ലാം ഒരു കാര്യം പറയുകയാണ്, അമ്മയുടെ അമിതമായ പ്രൊട്ടക്ഷനാണ് ആ കുട്ടി സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാകാത്തതിൻ്റെ കാരണം. അമ്മയുടെ ലിമിറ്റേഷൻ പറയുകയും, മോനെ ഇനി തുടർന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് വളരെ അസർട്ടീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു ട്രീറ്റ്മെൻറ്റിന് പോവുകയും അതിന് പ്രതിവിധി കണ്ടെത്തുകയും അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് പുറകിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ഉത്തരവാദിത്വം ഒരിക്കലും ഉയരില്ല. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ വ്യക്തിത്വത്തെ കുറേ കൂടെ ഉജ്ജ്വലമാക്കാനും കുറേ കൂടെ അവരെ സ്മാർട്ടാക്കാനും കുറച്ചുകൂടെ പ്രതിരോധ ശക്തിയുള്ളവരാക്കാനും ഒക്കെ സാധിച്ചില്ലെങ്കിൽ ഇനി വരുന്നൊരു ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കോഴി വസന്ത വന്ന അവസ്ഥയിൽ തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. അതിന് അവസരം ഉണ്ടാകാതിരിക്കട്ടെ. മിടുക്കരായി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും മാറട്ടെ. ഈ ചാനലിലൂടെ ധാരാളം ചോദ്യങ്ങളൊക്കെ പേരൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ പലതിൻ്റെ ഉത്തരമായിട്ടാണ് പുതിയ വീഡിയോകളൊക്കെ പലതും ഞാൻ പ്ലേസ് ചെയ്യുന്നത്.
പ്ലേലിസ്റ്റൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണാം. പ്രത്യേകിച്ച് ഈ പാരൻറ്റിങ് വീഡിയോസൊക്കെ, ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ സമൂഹത്തിൽ വളരെ കുറവാണ്. മറ്റ് പേരൻസിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അധ്യാപകർക്കൂടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്കിങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ശക്തമായി രൂപപ്പെടുകയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ചുകൂടെ സമഗ്രമായ വ്യക്തിത്വത്തിലേക്കും ഡെവലപ്മെൻറ്റിലേക്കും നയിക്കാനും സാധിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ലിവിങ്. താങ്ക് യു സോ മച്ച്.